നമുക്ക് ഈ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കറിവേപ്പില, പച്ചമുളക്, സവാള, ക്യാപ്സിക്കം, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് കഴുകി വെച്ച ചിക്കൻ, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. നമ്മളൊരു കുക്കർ വയ്ക്കുക. കുക്കറിനകത്തേക്ക് ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വെച്ച് അതിനകത്ത് ചേർക്കുക. അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് അലുമിനിയത്തിൻ്റെ കുക്കറായതുകൊണ്ട് ചില പടി പിടിക്കും തോന്നും, പക്ഷേ അടിയൊന്നും പിടിക്കത്തില്ല. അത് എല്ലാ പൊടികളും ചേർത്ത് വഴറ്റിയൊക്കെ വരുമ്പോൾ അത് കറക്റ്റായിരിക്കും. വെള്ളമെല്ലാം ചേർത്ത് വരുമ്പോൾ കറക്റ്റായിരിക്കും. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കതിനകത്തേക്ക് നടുകീറിയ 2 പച്ചമുളക് ചേർക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക് ചേർക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ 2 ചേർത്തിട്ടുള്ളൂ ഇവിടെ. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് സവാള, കറിവേപ്പില ഒക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് ചേർക്കേണ്ടതാണ്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് വരും എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇത് അടി പിടിച്ചിട്ടുണ്ടെന്ന്, പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളമെല്ലാം ചേർത്ത് വരുമ്പോൾ കറക്റ്റായിരിക്കും. ഇത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് നല്ലോണം ഇളക്കി വഴറ്റിയെടുക്കുക. ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. പ്രഷർ കുക്കറിനകത്ത് ആവശ്യത്തിനുള്ള വെജിറ്റബിളെല്ലാം ചേർത്ത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു നല്ല ചിക്കൻ കറി തന്നെയാണ്. എൻ്റെ ചാനൽ ഞാൻ പുതുതായിട്ട് തുടങ്ങിയൊരു ചാനലാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതാ ഒരുവിധം ചിക്കനെല്ലാം ഈ സവാളയെല്ലാം വഴറ്റ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ പൊടികൾ ചേർക്കുക. ഇതിനകത്ത് വലിയ കാര്യമായിട്ടുള്ള പൊടിയൊന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇതൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിപ്പോൾ കുക്കറായതുകൊണ്ടാണ് ഇങ്ങനെ കരിഞ്ഞ പോലെ തോന്നുന്നത്. കാരണം അലുമിനിയത്തിൻ്റെ ആണല്ലോ, നോൺ സ്റ്റിക്ക് അല്ലല്ലോ. നോൺ സ്റ്റിക്കാണെങ്കിൽ ഇങ്ങനെ വരത്തില്ല. ഇത് അലുമിനിയത്തിൻ്റെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർത്തു. ഇനി എല്ലാ പൊടികളും ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുക. തീയെല്ലാം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഇളക്കാൻ. കാരണം അലുമിനിയം ആയതുകൊണ്ട് നന്നായിട്ട് ചൂട് പിടിച്ചിട്ടുണ്ടാവും. തീയെല്ലാം കുറച്ച് വെച്ചിട്ട് പൊടികളെല്ലാം ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ തക്കാളി ചേർക്കുക. നമുക്ക് എത്രയാണ് തക്കാളി വേണ്ടത്. ഞാനിപ്പോൾ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ തക്കാളി ചേർത്തു. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ചിക്കനും വെജിറ്റബിളൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് അടി പിടിച്ചതെല്ലാം മസാല എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ ഇത് അടി പിടിച്ചിട്ടില്ല എന്നുള്ളത്. ആ കുക്കറിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന മസാലയെല്ലാം വെള്ളം ഒഴിച്ചപ്പോൾ അതിനകത്തോട്ട് എല്ലാം മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടാണ് നമ്മൾ ചിക്കൻ ചേർക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനകത്തോട്ട് ചിക്കനും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് നല്ലോണം ഇളക്കിയെടുത്ത് നമുക്ക് സ്റ്റീം കൊടുക്കാം. നമ്മളിപ്പോൾ കുക്കർ തുറക്കാൻ പോവുകയാണ്. 3 വിസിലൊക്കെ കൊടുത്തു. ഇതേ കുക്കർ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ, എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 2 വിസിലേ ഞാൻ കൊടുത്തിട്ടുള്ളൂ, കൂടുതൽ കൊടുത്തിട്ടില്ല. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി കുറവ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി തിളപ്പിച്ചെടുത്താൽ മതി. അതല്ല ഈ ഗ്രേവി പെർഫെക്റ്റ് ആണെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അവസാനമായിട്ട് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി സ്വാദാവും കറിക്ക്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ബാച്ചിലേഴ്സായിട്ട് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. പെട്ടെന്ന് വന്നിട്ട് നമുക്ക് ആ വെജിറ്റബിൾ അരിയുടെ നേരെ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.